ഒരു ദിനം മുറ്റമടിക്കുന്ന നേരം പടിപ്പുരയ്ക്കു സമീപം വന്നപ്പോൾ കണ്ടു റോട്ടോരത്തു കൂടി നടന്നു പോകുന്ന ജാനകി. ജാനകി എവിടേക്കായിരിക്കാൻ പോണത്? ഓടി അരികിലെത്തി. എവിടേക്കാ പോണേ? ദാ അവിടെ, അടുത്തുള്ള തൊടിയിലേക്ക് അവൾ ചൂണ്ടിക്കാട്ടി. എന്തിന്? അതോ, ആ തൊടി നിറയെ നല്ല ചക്കരപ്പുളിയുണ്ട്. 2 എണ്ണം പെറുക്കിയെടുക്കണം. പിന്നെ നല്ല ചാമ്പങ്ങയും കിട്ടും, അതും എടുക്കണം. നല്ല വീർത്ത ഉദരം അവൾ മെല്ലെ തോളത്ത് കിടന്ന മുണ്ടിനാൽ മറച്ചു പിടിച്ചു. ഏതാസ്പത്രിയിലാണ് കാട്ടണേ? മന്ദാകിനി ആകാംക്ഷയോടെ ചോദിച്ചു. ഏതാസ്പത്രിയിലും കാട്ടണില്ല. കുറുമ്പമ്മ വരാറുണ്ട്. അവർ തരണ മരുന്നും കുഴമ്പും ഒക്കെ കഴിക്കുകയും തേക്കുകയും ചെയ്യും. അമ്മ പറഞ്ഞു ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രസവം എടുത്തത് ആ സ്ത്രീയാണെന്ന്. പിന്നെ നല്ലൊരു ആസ്പത്രി എത്ര ദൂരെ പോകണം? ജാനകിയുടെ മുഖത്ത് നല്ലൊരു നിർവീഴ്ചയുണ്ടെന്ന് മന്ദാകിനിക്ക് മനസ്സിലായി. അതെന്തായിരിക്കുമെന്ന് അവൾക്ക് സന്ദേഹം തോന്നിയെങ്കിലും പുറത്തു പറഞ്ഞില്ല. പുളിയും ചാമ്പങ്ങയും പെറുക്കി തിരികെ പോകുന്ന ജാനകിയെ മന്ദാകിനി അതിശയത്തോടെ നോക്കി നിന്നു. അപ്പുറത്തെ ജാനകി ഒരു പെൺകുഞ്ഞിനു ജന്മം കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത ബാല്യക്കാരി കാർത്യായനി പറഞ്ഞാണ് മന്ദാകിനി അറിഞ്ഞത്. അവിടേക്ക് ഓടി അണയാൻ മന്ദാകിനിക്ക് തോന്നി. പിതാവ് ആരെന്നറിയാത്ത ഒരു പെൺകുഞ്ഞിനു ജന്മം കൊടുത്തതിൽ ജാനകിക്കു മേൽ മന്ദാകിനിക്ക് പരാതിയൊന്നും തോന്നിയിരുന്നില്ല. പകരം കുളക്കടവിൽ വെച്ച് കാണുമ്പോഴെല്ലാം വളരെ സഹതാപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ത്രീ പരിപൂർണതയിലെത്തുന്നത് അവളൊരു മാതാവാകുന്നതിലൂടെയാണെന്ന് മന്ദാകിനിക്കറിയാം. ആ ഭാഗ്യം അടുത്തെത്തിയിട്ടില്ലാത്ത ഹതഭാഗ്യയാണ് താൻ. ക്ഷേത്രങ്ങളിലെ ചുവർ ചിത്രങ്ങളിൽ, അകത്തളങ്ങളിലെ ജലഛായ ചിത്രങ്ങളിൽ നിശബ്ദമായി അവൾ പ്രണയം കണ്ടെത്തിയിരുന്നു. തൻ്റെ ആവശ്യങ്ങളെല്ലാം വിസ്മരിക്കുന്ന ഭർത്താവിനെ അടുത്തൊന്ന് കാണാൻ അത്രമാത്രം ആശയായിരുന്നു.